ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വരുന്നിരിക്കുന്നത് ഫീൽ ഗുഡ് ഷോസ്, അതായത് നമുക്ക് മനസ്സിന് സമാധാനം സന്തോഷമൊക്കെ തരുന്ന പത്ത് ഫീൽ ഗുഡ് ആയിട്ടുള്ള ഷോസ് നെറ്റ്ഫ്ലിക്സ് റെക്കമെൻഡേഷൻ ആയിട്ടാണ്. അതിനു മുന്നേ എൻ്റെ പേര് ഡീന. ഈ സെറ്റ് ഓഫ് ടു എന്നുള്ള ചാനൽ ഞാനും എൻ്റെ ഹസ്ബൻഡ് അഖിലും തുടങ്ങിയതാണ്. അഖിലിന് ഇഷ്ടമുള്ള ബൈക്സ്, എനിക്കിഷ്ടമുള്ള സിനിമകൾ, അതിൻ്റെ അനാലിസിസ്, സീരീസസ്, അതിൻ്റെ അനാലിസിസ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള യാത്രകൾ എല്ലാം ചേർന്നിട്ടുള്ളൊരു ചാനലാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ഇനി നമുക്ക് റെക്കമെൻഡേഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഭയങ്കര ഗഹനമായിട്ടൊന്നും ചിന്തിക്കേണ്ടാത്ത, അങ്ങനെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന 10 ഷോസിൻ്റെ റെക്കമെൻഡേഷൻസുമായിട്ടാണ്. കുറച്ചൊക്കെ കണ്ടാലും കുഴപ്പമില്ല, എൻ്റർടൈനിങ് ആണ്. അവിടെയും ഇവിടെയും കണ്ടാലും കുഴപ്പമില്ല, എൻ്റർടൈനിങ് ആയിട്ടുള്ള കുറച്ച് ഷോസിൻ്റെ റെക്കമെൻഡേഷൻസുമായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഫീൽ ഗുഡ് ഷോസ്. നമുക്ക് കണ്ടാൽ നമ്മൾ ചില ഷോസ് ഉണ്ട്, നമ്മൾ രാത്രി പിന്നെ ആലോചിക്കും, എൻ്റെ ഈശ്വര അതിലെന്തായി നടന്നത്, അതിങ്ങനെയായിരുന്നോ അങ്ങനെയായിരുന്നോ ഇനി എന്താ നടക്കുക എന്നൊക്കെ നമുക്ക് മനസ്സ് പെരുകണ കുറേ ഷോസ് ഉണ്ട്. ഇത് അങ്ങനത്തെ ഷോസൊന്നുമല്ല, നമുക്ക് സിമ്പിളായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന 10 ഷോസാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ റെക്കമെൻഡേഷൻസിലേക്ക് കിടക്കാം. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് നെവർ ഹാവ് ഐ എവർ എന്നുള്ളൊരു സീരീസിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മുടെ എല്ലാവർക്കും അറിയുണ്ടാവും, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് പുറത്ത് പഠിക്കുന്നതും അവരുടെ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നതും അവിടെ സെറ്റിൽഡ് ആയതും അവരുടെ മക്കളൊക്കെ അവിടെ ജനിച്ച് വളർന്നവരായിരിക്കും. ആ കുട്ടികളൊക്കെ നാട്ടിൽ വരുമ്പോൾ നമ്മൾക്ക് അവരെ കൊണ്ട് സംസാരിപ്പിക്കാനും അവരുടെ വർത്തമാനം കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. അങ്ങനെ പുറത്ത് ജനിച്ച് വളർന്ന് തമിഴായിട്ടുള്ളൊരു കുട്ടിയുടെ കഥയാണ് നെവർ ഹാവ് എ എവർ. മിൻഡി കാലിംഗ് ആണ് ഇതിൻ്റെ ക്രിയേറ്റർ. അപ്പോൾ ആളുടെ ഒരു സിഗ്നേച്ചർ എലമെൻ്റ്, ഒരു സ്റ്റൈല് ഈ ത്രൂ ഔട്ട് ഈ സീരീസിൽ കാണാൻ പറ്റും. മെയിൻ ക്യാരക്ടർ ആരാണെന്ന് വെച്ചാൽ ദേവിയാണ്. ദേവി വിശ്വകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു US ജനിച്ച തമിഴ് ആയിട്ടുള്ള ഒരു ടീനേജറിൻ്റെ കഥയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ ഒരു ഏജിൽ, അതായത് ഒരു 15-16 വയസ്സിൽ നമ്മുടെ വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അയ്യോ ഇന്ന് ഹോംവർക്ക് ചെയ്തിട്ടില്ല, ഇന്ന് ഫ്രീ പീരീഡ് കിട്ടുമോ എൻ്റെ ഈശ്വര, ഇനി എക്സാം ഉണ്ടോ, ഇങ്ങനത്തെയൊക്കെയാണ് നമ്മുടെ വലിയ ടെൻഷനുകൾ. എനിക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അതായിരുന്നു, ഇനിയിപ്പോൾ ടീച്ചർ പുറത്താക്കുമോ എന്നെ ക്ലാസ്സിൽ നിന്ന്, അങ്ങനെയൊക്കെയായിരുന്നു വലിയ ടെൻഷൻ. പക്ഷേ അവിടുത്തെ കുട്ടികളുടെ അതൊന്നുമല്ല വലിയ ടെൻഷൻ. അവർക്ക് ബോയ് ഫ്രണ്ട് ഇല്ല, അവർ കൂളല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ ദേവി ഒരു ഇന്ത്യൻ ഹൗസ് ഹോൾഡിലാണ്. ദേവിയുടെ പേരൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻസ്, അവർ നാട്ടിൽ നിന്ന് പോയവരാണ്. അവർക്ക് ഒരിക്കലും ഈ അമേരിക്കൻ വാല്യൂസിനെ ദഹിക്കില്ല, അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കുട്ടിക്കൊരു ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ബോയ്സിനായിട്ട് സ്റ്റഡീസിലല്ലാണ്ട് കുട്ടി വേറൊരു കാര്യത്തിൽ, അങ്ങനത്തെ ഒരു കാര്യത്തിൽ ഇടപഴകുന്നു എന്നുള്ളത് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ സ്കൂളിൽ ചെന്നാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കുട്ടി കൂളല്ല. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ്, പിന്നെ കുറേ ഇമോഷണൽ ട്രോമ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സീരീസാണ്. പിന്നെ ഇന്ത്യൻസ് ഒരു ഇമിഗ്രൻ്റ് ആവുമ്പോൾ ഉണ്ടാവുന്ന മൈനർ ഇഷ്യൂസാണ്, പക്ഷേ അത് ചിലപ്പോൾ നമുക്ക് വലിയ ഇഷ്യൂ. അപ്പോൾ ദേവി സാരി എടുത്ത് നിൽക്കുന്ന ഒരു സീനിൽ ആൾക്കാർ ഫോട്ടോ ചോദിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ മൈനർ കാര്യങ്ങളാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഒരിക്കലും ഷീസ് നോട്ട് ഇന്ത്യൻ ഇനഫ്, പക്ഷേ പുള്ളിക്കാരി അമേരിക്കൻ അല്ല. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. പിന്നെ ഇമോഷണലി കുറേ ട്രോമ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, സ്പോയിലറായിപ്പോവും. അത് കൂടാണ്ട്, അത് മാത്രമല്ല കേട്ടോ, അമേരിക്കക്കാരുടെ സ്റ്റീരിയോടിപ്പിക്കലായിട്ട് നമ്മൾ ഇന്ത്യൻസിനെ കാണുന്നത് മാത്രമല്ല, ഇന്ത്യൻസിൻ്റെ ഹിപ്പോക്രസി നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടെ അമേരിക്കയിൽ പോയാലും നമുക്ക് കുറേ അമ്മായിമാരുണ്ട്, അവരുടെ കുത്തുവാക്കുകളൊക്കെ കേൾക്കണമെന്നും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതും അവതരിപ്പിച്ചിട്ടുണ്ട്. ചെറിയ ഫ്ലോഡായ സീരീസാണ്, പക്ഷേ 10 സീസണാണ് നെറ്റ്ഫ്ലിക്സ് ഇത് എടുത്തേക്കുന്നത്. അത് കാരണം ഇപ്പോൾ ഒരു സീസണേ വന്നിട്ടുള്ളൂ. നമുക്ക് കുറേ കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും, ആസ് ഇന്ത്യൻസ് നമുക്ക് കുറേ കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സീരീസാണിത്. ഗിൽമോർ ഗേൾസ് ടീൻ പ്രഗ്നൻസി, അതായത് അതിനെപ്പറ്റി ഡീൽ ചെയ്യുന്ന ഒരു സീരീസാണ്. നല്ല റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലൊരു കുട്ടി 16ാമത്തെ വയസ്സിൽ പ്രഗ്നൻ്റ് ആവുകയും ആളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യാണ്. പാരൻസ് ഒട്ടും സപ്പോർട്ടീവ് അല്ല, അവർ കുറച്ചും കൂടി കൺസർവേറ്റീവ് ആയ ഒരു പാരൻസാണ്. അതിപ്പോൾ ഈ നമ്മുടെ നാട്ടിലായാലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ലോറലെ ഗിൽമോർ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയാണ് ഇങ്ങനെ പ്രഗ്നൻ്റ് ആവുന്നത്. പിന്നെ അവർ വലുതാവുന്നു, കുട്ടിയും വലുതാവുന്നു. റോറി എന്നാണ് കുട്ടിയുടെ പേര്. അങ്ങനെ അവരുടെ ഒരു മദർ ഡോട്ടർ റിലേഷൻഷിപ്സ്, അതിൻ്റെ ഒരു ഡൈനാമിക്സ്, അങ്ങനെയുള്ളൊരു സീരീസാണ് ഗിൽമോർ ഗേൾസ്. ഇതിൽ കണ്ടിരിക്കാൻ ഏറ്റവും രസമുള്ളത് ലോറലെയും റോറിയും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് തന്നെയാണ്. പക്ഷേ ഇത് സ്റ്റീരിയോടിപ്പിക്കലി ഗേളിയാണ് ഈ സീരീസ്. വലിയ സീരീസാണ്. ഞാനൊരു സീസൺ 7 നിർത്തിയതാണിത്. ഒരുപാടുണ്ട് കണ്ടിരിക്കാൻ, പക്ഷെ നേരം പോക്കിന് കണ്ടിരിക്കാൻ നല്ല എൻ്റർടൈനിങ് ആണ്. കുറേ ലോങ് മോണോലോഗ്സ്, പിന്നെ പോപ്പ് കൾച്ചർ റെഫറൻസസ് ഒക്കെ കൂടി ചേർന്ന്
എന്നാലും സ്റ്റീരിയോടിപ്പിക്കലി ഗേളി ആയ ഒരു സീരീസാണ് ഗിൽമോർ ഗേൾസ്. നേരത്തെ ഞാൻ പറഞ്ഞത് 16ാമത്തെ വയസ്സിൽ പ്രഗ്നൻ്റ് ആയ കുട്ടീനെ പറ്റിയാണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു കഥയില്ലാതെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനിലൂടെ പ്രഗ്നൻ്റ് ആയ ജെയിൻ ദ വിർജിൻ എന്നുള്ള സീരീസിനെ പറ്റിയിട്ടാണ്. ആ സീരീസിലെ ജെയിൻ എന്നുള്ള ഹീറോയിൻ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനിലൂടെ പ്രഗ്നൻ്റ് ആവുകയും പിന്നീട് അത് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ മേജർ പ്ലോട്ട് ഇനീഷ്യൽ സീസൺസിലൊക്കെ. പിന്നീടാണ് ജെയിൻ തിരിച്ചറിയുന്നത് കുട്ടിയുടെ അച്ഛൻ ജെയിൻ്റെ അതായത് ഒരു ടീനേജ് ഇയേഴ്സിലുണ്ടായിരുന്ന ക്രഷായ പയ്യനാണെന്നും നല്ല റിച്ചായൊരു പയ്യനാണെന്നും പിന്നീട് അവർ ഒരുമിക്കുകയോ അതോ ജെയിൻ ഇപ്പോൾ ഉള്ള കറൻറ്റ് ബോയ്ഫ്രണ്ടിൻ്റെ അടുത്ത് പോകുമോ എന്നുള്ളതൊക്കെയാണ് ഇനീഷ്യൽ സീസൺസ്. അത് കഴിഞ്ഞ് എല്ലാ ജെയിൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെ സബ് പ്ലോട്ട്സ് അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ച് ക്രൈമും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കുത്തിക്കയറ്റിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു സീരിയൽ പോലെ തോന്നും നമുക്ക്, പക്ഷേ അതിൻ്റെ ഒരു കുറച്ച് ബെറ്റർ വേർഷനായ ഒരു സീരിയൽ പോലെ തോന്നുന്ന ഒരു കാര്യമാണ് ജെയിൻ ദ വിർജിൻ. ഇവരിത് എടുത്തിരിക്കുന്നത് ടെലിനോവല്ല സ്റ്റൈലിലാണ്. ടെലിനോവല്ല എന്ന് പറയുമ്പം ഒരാളിങ്ങനെ നെറേറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ഉള്ളൊരു സ്റ്റൈലിലാണ്. ഒരു കുറച്ച് ഫണ്ണി ആയിട്ടുള്ള എന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റൈലിലാണ് ഇത് എടുത്തിരിക്കുന്നത്. കുറച്ച് സീസൺസൊക്കെ കണ്ട് ജെയിനൊരു കുട്ടിയായപ്പോഴത്തേനും എനിക്ക് മടുത്തു. എന്നാലും ആ ഒരു ഇനീഷ്യൽ സീസൺസിൽ ആ ഒരു ഡെവലപ്മെൻറ്റും ഒക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. നമ്മളിൽ പലർക്കും ബിഗ് ബോസ് എന്നുള്ള റിയാലിറ്റി ഷോ കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ബിഗ് ബോസിൻ്റെ കുറേ ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ, പക്ഷെ ബിഗ് ബോസിൻ്റെ അത്രയും ടോക്സിക് അല്ലാത്ത അത്രയും വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്തൊരു ഷോയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഈ ഷോൻ്റെ പേര് ടെറസ് ഹൗസ് എന്നാണ്. ഇതൊരു റിയാലിറ്റി ഷോ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതൊരു ജാപ്പനീസ് ഷോയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ 6 മെമ്പേഴ്സ് ഒരു വീട്ടിൽ താമസിക്കുന്നു, അത്രേ ഉള്ളൂ. അവിടെ ബിഗ് ബോസോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരുടെ സാധാരണ ജീവിതം, അവരിപ്പോൾ എന്ത് ജോലിയാണെങ്കിലും, അവർ ഷെഫാണെങ്കിൽ ആ ജോലി ചെയ്യുന്നു, അവർ മോഡലിംഗ് ആണെങ്കിൽ ആ ജോലിക്ക് പോകുന്നു, സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർ കോളേജിൽ പോകുന്നുണ്ടാവും. പക്ഷേ ആ വീട്ടിലാണ് താമസിക്കുന്നത്. ആ വീട്ടിൽ താമസിക്കുന്നു. അപ്പോൾ ഈ 6 പേരുടെ ഇടയിലുള്ള ഡൈനാമിക്സ്, ലവ് ട്രയാങ്കിൾ, പിന്നെ അവരുടെ ചെറിയ ചെറിയ കോൺവെർസേഷൻസ്, അവരുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഇതൊക്കെ കാണിക്കുന്ന ഒരു ഷോ ആണ് ടെറസ് ഹൗസ്. ഇവരുടെ ഓരോ എപ്പിസോഡും കണ്ടിട്ട് റിവ്യൂ ചെയ്യാൻ ഒരു 4 ആൾക്കാർ ഇരുന്നിട്ട്, ചിലപ്പോൾ ഒരു ഗസ്റ്റ് ആളും ഉണ്ടാവും. അങ്ങനെ ഇരുന്നിട്ട് അവരോരോന്നൊക്കെ പറയും. എല്ലാം മൊത്തത്തിൽ ഷോ ജാപ്പനീസിലാണ്. അപ്പോൾ കണ്ടിരിക്കാൻ വളരെ സിമ്പിളായ, അതായത് ഇത്രയും ബിഗ് ബോസിലൊക്കെ കാണുന്ന പോലെ 2 പേര് ചേർന്നു അല്ലെങ്കിൽ 4-5 ആൾ കൂടി ഇത്രയും ബഹളം വെക്കണ്ട എന്ന് നമുക്ക് തോന്നുന്ന ഒരു ഷോയാണ് ടെറസ് ഹൗസ്. വളരെ സ്വീറ്റായ, കണ്ടിരിക്കാൻ നല്ല രസമുള്ളൊരു ഷോയാണ്. ടെറസ് ഹൗസിൻ്റെ 2019 വേർഷനായ ഓപ്പണിംഗ് ന്യൂ ഡോഴ്സ് ആണ് ഞാൻ കണ്ടത്. അതിൽ 2020 വേർഷനും കൂടി ഇറങ്ങിയിട്ടുണ്ട്. വേർഷൻ അല്ല അല്ലേ, പാർട്ടും കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും വേർഷൻ എന്ന് പറയേണ്ട അറിയാണ്ട് അതിൻ്റെ പാർട്ടും കൂടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ആ ഒരു പാർട്ടിലുണ്ടായ എനിക്ക് കുറേ ഇഷ്ടപ്പെട്ട കുറേ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഷിയോൺ എന്ന് പറഞ്ഞിട്ടും സുബാസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെൺകുട്ടിയായിട്ടുള്ള റിലേഷൻഷിപ്പ്. പിന്നെ ഇതിൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് നിർത്തിപ്പോവാം. മോസ്റ്റ്ലി ആൾക്കാർ ഒരു റിലേഷൻഷിപ്പിലാവുകയാണെങ്കിൽ നിർത്തിപ്പോവും, അല്ലെങ്കിൽ അവർക്ക് തോന്നുമ്പോൾ അത് നിർത്തിപ്പോവും. അവർ പുതിയ കണ്ടസ്റ്റൻറ്റിനെ കൊണ്ടുവരും. അവർക്കൊരു ടൈം ലൈൻ ഉണ്ട്, ഇത്ര സമയമാണ് ഈ ഷോ കൊണ്ടുപോകേണ്ടത്, അതുവരെ അവർ ആ ഷോ കൊണ്ടുപോവുകയുള്ളൂ. അങ്ങനെയാണ് ഇതിൽ നടക്കുന്ന വലിയ അടിയൊക്കെ നമുക്ക് നമ്മുടെ ബിഗ് ബോസിലേക്ക് കുഞ്ഞടിയായിട്ടേ തോന്നുള്ളൂ. കുറച്ചും കൂടി പോസിറ്റീവായ നല്ലൊരു ഷോയാണ് ടെറസ് ഹൗസ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ക്വീർ ഐ എന്ന് പറഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു റിയാലിറ്റി ഷോ പോലത്തെ ഒരു ഷോയാണ്. അതിൽ 5 എക്സ്പേർട്സ്, അതായത് ഇവരെല്ലാവരും 5 എക്സ്പേർട്സും LGBTQ കമ്മ്യൂണിറ്റിയിൽ ബിലോങ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരാൾ ഫുഡിൽ എക്സ്പേർട്ടാണ്, ഒരാൾ ഡിസൈനിൽ എക്സ്പേർട്ടാണ്, ഒരാൾ കൾച്ചറിൽ എക്സ്പേർട്ടാണ്, ഒരാൾ ഗ്രൂമിങ്ങിൽ എക്സ്പേർട്ടാണ്, ഒരാൾ ഫാഷനിൽ എക്സ്പേർട്ടാണ്. അപ്പോൾ ഇവരെല്ലാവരും ഓരോരുത്തരുടെ, നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയോ സാധാരണക്കാരായ ആൾക്കാരെ നമുക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ ലൈഫ് ഇവർ വന്ന് മൊത്തത്തിൽ അങ്ങോട്ട് റീവാമ്പ് ചെയ്യും. എല്ലാം കൂടി അങ്ങോട്ട് പോളിഷ് ചെയ്തെടുക്കും. അവരുടെ വീടിൻ്റെ ഇൻറ്റീരിയർ മൊത്തം അങ്ങ് മാറ്റും. അവരുടെ വാർഡ്രോബിന് പുതിയ സജഷൻസ് ഒക്കെ കൊടുത്ത് ബെറ്റർ ആക്കും. പക്ഷേ എപ്പോഴും വാർഡ്രോബിൻ്റെ സജഷൻസ് ഒക്കെ കൊടുക്കുമ്പോഴും അവരുടെ ഒരു കോർ സ്റ്റൈലിൽ നിന്ന് ഒരുപാട് വ്യതിചലിക്കാത്തൊരു സ്റ്റൈലാണ് കൊടുക്കുക. പിന്നെ അവർക്ക് പുതിയ ക്യുസീൻസ് എന്തൊക്കെ കുക്ക് ചെയ്യുക എന്നുള്ളത് ഫുഡ് എക്സ്പേർട്ട് പറഞ്ഞു കൊടുക്കും. അവരുടെ കൾച്ചർ എക്സ്പേർട്ട് അവരുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടിപ്സ് കൊടുക്കും. അങ്ങനെ വളരെ പോസിറ്റീവായൊരു ഷോയാണ്. യൂഷ്വലി ഒരു വിധപ്പെട്ട കണ്ടസ്റ്റൻസിനെല്ലാം ഇത് കഴിയുമ്പോൾ മൊത്തത്തിലുള്ളൊരു റിനോവേഷൻ അവരുടെ ലൈഫിൽ നടന്ന പോലെയാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ ദേ ആർ ഓൾ വെരി ഹാപ്പി. അപ്പോൾ എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി വേണം. മൊത്തത്തിൽ ഭയങ്കര ചൊറയായിട്ടിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഇതിൻ്റെ ഒരു എപ്പിസോഡ് എടുത്ത് കാണും. വല്ലവരുടെയൊക്കെ ലൈഫിൽ നല്ല വല്ല കാര്യമൊക്കെ നടക്കുന്നുണ്ടല്ലോ, അങ്ങോട്ട് സമാധാനിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഷോ ആണ് ക്വീർ ഐ. പിന്നെ നല്ല LGBTQ റെപ്രസെൻറ്റേഷനും കൂടി ഉള്ളൊരു ഷോ ആയതുകൊണ്ട് തന്നെ ഇത് പഴയൊരു ഷോ ഉണ്ടായിരുന്നു ഇതേ പേരിൽ, അതിൻ്റെ റീബൂട്ടും കൂടിയാണിത്. ഞാൻ പഴയ ഷോ കണ്ടിട്ടില്ല കേട്ടോ. ഇനി
ഈ പൊസിഷനിൽ ഏത് ഷോനെ ഇടണം എന്ന് ഞാൻ കുറേ കണ്ടംപ്ലേറ്റ് ചെയ്തു. എൻ്റെ കയ്യിൽ 2 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഷിറ്റ്സ് ക്രീക്കാണ്, പിന്നെ ഞാൻ വിചാരിച്ചു ഷിറ്റ്സ് ക്രീക്ക് ഇടണ്ട, സൂട്ട്സ് എന്നുള്ള ഒരു ഷോ ഇടാം. സൂട്ട്സ് എത്രത്തോളം ഫീൽ ഗുഡാണ്, ചിലപ്പോൾ ചിലർ പറയും മേജർ റെക്കമെൻഡേഷൻസിൽ ഉൾപ്പെടുത്തണം, ഫീൽ ഗുഡിൽ സൂട്ട്സിന് ഉൾപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ. പക്ഷേ ഫോർ മീ ഇറ്റ് വാസ് എ ഫീൽ ഗുഡ് ഷോ. ഇറ്റ്സ് എ ലോ ഡ്രാമ. ഇതിൽ ഹാർവി എന്ന് പറഞ്ഞ ആളാണ് മെയിൻ ക്യാരക്ടർ. ആളൊരു ലോയറാണ്, പിയേഴ്സൺ ഹാഡ്മാൻ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ലോ ഫേമിൽ. അത് കാരണം ഞാൻ നിർത്തി. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് എന്താ പറയുക, ഇനി കണ്ടു തുടങ്ങണം ബാക്കി എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട്. അത് കാരണം എൻ്റർടൈനിങ് ആണ്. പക്ഷേ ഇത് വല്ലപ്പോഴും ഒരു എപ്പിസോഡ് കണ്ട് നമുക്ക് വിടാൻ പറ്റില്ല. ഈ ഷോ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ബിഞ്ച് ചെയ്ത് പോവും, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് കണ്ടുപോകും. കാരണം ഇനീഷ്യൽ സീസൺസ് ഒക്കെ അത്ര എൻഗേജിങ് ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന സീരീസിൻ്റെ പേരാണ് ദ ഗുഡ് പ്ലേസ്. ദ ഗുഡ് പ്ലേസ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഉണ്ട് കൺസെപ്റ്റ് ഓഫ് സ്വർഗം നരകം അല്ലേ. നല്ലത് ചെയ്യുന്നവരൊക്കെ എന്താ പറയുക സ്വർഗത്ത് പോവും, മോശം ചെയ്യുന്നവരൊക്കെ നരകത്ത് പോകും. അപ്പോൾ സ്വർഗത്തിന് ഈ സീരീസിൽ പറയുന്നതാണ് ഗുഡ് പ്ലേസെന്നും നരകം ബാഡ് പ്ലേസും. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ ഭയങ്കര തൊട്ടിയായിരുന്നു, ഭയങ്കര മോശ സ്വഭാവം ഉണ്ടായിരുന്ന ഒരാൾ ഗുഡ് പ്ലേസിൽ എത്തിപ്പെടുകയാണ് ഒരു മിസ്റ്റേക്കിലൂടെ. അങ്ങനെ ആൾ ആ ഗുഡ് പ്ലേസിൽ എങ്ങനെ സർവൈവ് ചെയ്യുന്നു, ആളുടെ അവിടുത്തെ രീതികൾ എന്തൊക്കെയാണ്. എല്ലാവരും ചുറ്റിനുള്ളവരൊക്കെ ഭയങ്കര നല്ല ആൾക്കാരാണ്. ആ കൂട്ടത്തിൽ ഇൻഹെറൻ്റ്ലി കുറച്ച് ഈവിളായ എലനോർ, ക്രിസ്റ്റ്യൻ ബെല്ല് അമേസിങ് ആണ്. അതുകൂടാണ്ട് ഗുഡ് പ്ലേസിലൊരു ജാനറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റോബോട്ട് പോലത്തെ ഒരു ക്യാരക്ടർ ഉണ്ട് ഇവരൊക്കെ കാര്യങ്ങൾക്കൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. ആ ക്യാരക്ടറും ഭയങ്കര കിടിലാണ്. അപ്പോൾ വെരി വെൽ റിട്ടൺ ആണ്. ഇങ്ങനൊരു തോട്ടിന് കൊടുക്കണം 100 മാർക്സ്. വെരി വെൽ എക്സിക്യൂട്ടഡ് ആണ്. പക്ഷേ ഈ ഗുഡ് പ്ലേസിൽ ഫൈനലി ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് ഞാൻ തന്നത് സ്പോയിലറായി പോവും. അപ്പം ആണ് ഇൻട്രസ്റ്റിംഗ് ആവുന്നത് ഈ പരിപാടി. അത് കണ്ടിരിക്കാൻ നല്ല രസമാണ്. പക്ഷേ ട്വിസ്റ്റിന് ശേഷം ഷോ കുറച്ച് ഡിപ്പാവാൻ തുടങ്ങും. അതുവരെ വളരെ എൻ്റർടൈനിങ് ആണ്, വളരെ വെൽ റിട്ടൺ ആണ് ഈ ഷോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ഷോയായ ബ്രൂക്ലിൻ 99 പറ്റിയിട്ടാണ്. ബ്രൂക്ലിൻ 99 ഞാൻ മറ്റ് റെക്കമെൻഡേഷനിലും പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്ര ഇഷ്ടമാണ് ഈ ഷോ. ജേക്ക് പെരാൾട്ട. ഇത് ബ്രൂക്ലിൻ എന്നുള്ള പ്രീസ്റ്റിങ്റ്റിലെ പോലീസ് സ്റ്റേഷനാണ്. US ബ്രൂക്ലിനിലെ പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷനിലെ ഹെഡാണ് ക്യാപ്റ്റൻ റെയ്മണ്ട് ഹോൾട്ട്. ആളുടെ അടിയിലുള്ള ഡിറ്റക്റ്റീവ്സാണ് റോസ, പിന്നെ ജേക്ക്, അങ്ങനെ ഏമി സാന്റിയാഗോ, അങ്ങനെ കുറേ ചാൾസ് എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ഡിറ്റക്റ്റീവ്സാണ്. അവർ കാണിക്കുന്ന മണ്ടത്തരങ്ങളും പക്ഷെ നല്ല ബുദ്ധിയുള്ള കുറേ ആൾക്കാരാണ്. പക്ഷെ ഭയങ്കര കൊമേഡിക്കായിട്ടാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ക്യാരക്ടേഴ്സ് റോസ ഡിയാസും പിന്നെ ക്യാപ്റ്റൻ റെയ്മണ്ട് ഹോൾട്ടും ആണ്. അവരുടെ കോമഡി ടൈമിങ്, റോസ അൺഇൻറ്റൻഷനലി കൊമേഡിക്കാണ്, നല്ല രസമാണ് കണ്ടിരിക്കാൻ. റെയ്മണ്ട് ഹോൾട്ട് കുറച്ച് ഡ്രൈ സെൻസ് ഓഫ് ഹ്യൂമറാണ്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് കംഫർട്ട് ഷോയാണ് ബ്രൂക്ലിൻ 99 ലേറ്റസ്റ്റ് ഷോകളിൽ. ഇതൊരു മസ്റ്റ് വാച്ച് സീരീസാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഹ്യൂമർ നോട്ട് എവറിബഡീസ് കപ്പ് ഓഫ് ടീ. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സീരീസ് ആയതുകൊണ്ട് ഇതിന് വെക്കാണ്ട് ഞാൻ റെക്കമെൻഡേഷൻ ചെയ്യാൻ പോകുന്നില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു റെക്കമെൻഡേഷൻ ആയിരിക്കും. സെക്സ് എഡ്യൂക്കേഷൻ. ഒരു സ്കൂളിൽ നടക്കുന്ന ഒരു സെറ്റപ്പാണ്. അതായത് ഓട്ടിസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയുടെ അമ്മ സെക്സ് തെറാപ്പിസ്റ്റാണ്. അപ്പോൾ ആ കുട്ടി സ്കൂളിൽ പോയിട്ട് ആളുടെ പിയേഴ്സിന് എല്ലാവർക്കും സെക്സ് അഡ്വൈസ് കൊടുക്കുന്നു. ഫോർ എ സം, ഒരു കാശ് മേടിച്ചിട്ട് അവർക്ക് സെക്സ് അഡ്വൈസ് കൊടുക്കുന്നു. ഇത് ഒരു ബോൾഡ് കൺസെപ്റ്റാണ്. ഒന്നാമത്തെ കാര്യം, ഇതൊരു സ്ലാപ്സ്റ്റിക് ഒരുമാതിരി ഒരു സ്റ്റൈലിലേക്ക് പോകാൻ വളരെ ചാൻസ് ഉള്ളൊരു കോൺസെപ്റ്റും കൂടിയാണ്. പക്ഷെ അതിനൊരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്ത് ഈ ഒരു കാര്യത്തിനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ തന്നെ കൊടുക്കണം സെക്സ് എഡ്യൂക്കേഷന് ഫുൾ മാർക്ക്. അത് കൂടാണ്ട് ക്യാരക്ടേഴ്സ് എല്ലാം വെൽ ഡെവലപ്ഡ് ആണ്, എല്ലാം വെരി വെൽ റിട്ടൺ ആണ്, നല്ലൊരു സ്റ്റോറി ഉണ്ട്. എല്ലാ ക്യാരക്ടേഴ്സിനും അവരാ ബിഹേവ് ചെയ്യുന്ന വേക്ക് എന്തെങ്കിലും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അതിനെല്ലാം സമയമെടുത്ത് ഓരോ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫേവറേറ്റായ 2 ക്യാരക്ടേഴ്സ് ഇതിലെന്ന് പറഞ്ഞാൽ മേജർ ക്യാരക്ടേഴ്സ് അല്ലാണ്ട് വെരി വെൽ റിട്ടൺ ആയിട്ട് തോന്നിയിട്ടുള്ള 2 ക്യാരക്ടേഴ്സ് ആഡം എന്നുള്ള കുട്ടിയുടെയാണ്. ആഡം ഒരു പ്രിൻസിപ്പളിൻ്റെ മോനാണ്. ആഡം ഒരു ട്രബിൾഡ് ടീനേജറാണ്, സ്ട്രഗിളിങ് വിത്ത് സെക്ഷുവാലിറ്റി. അതുകൂടാണ്ട് ഒരു ബുള്ളിയാണ്. പക്ഷേ ആഡം പിന്നീട് എങ്ങനെ മാറുന്നു, ഹൗ ഹീ ഈസ് ഇവോൾവിങ് ആസ് എ പേഴ്സൺ എന്ന് കാണിച്ചിരിക്കുന്നത് വളരെ നന്നായിട്ടാണ്. അതുകൂടാണ്ട് ഏമി എന്നുള്ള ക്യാരക്ടർ ഒരു ടിപ്പിക്കൽ ബിംബോ ആയിട്ട് നമുക്ക് തോന്നുന്നൊരു ക്യാരക്ടറാണ്. പക്ഷേ ആളുടെ സെക്കൻഡ് സീസണിലുള്ള ബസ്സിലെ ഇൻസിഡൻറ്റ് നമ്മൾക്ക് സ്ത്രീകൾക്ക് എല്ലാവർക്കും
പബ്ലിക് പ്ലേസിൽ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഇതിനോട് ചേർന്നിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കിത് കണ്ട് സത്യം പറഞ്ഞാൽ ഇത് ഇഗ്നോർ ചെയ്യാൻ മനസ്സിനെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ അതൊക്കെ ഓരോരുത്തരുടെയും മനസ്സിനെ ഈ ഒരു ടിപ്പിക്കൽ അത്ര അന്തും കുന്തൊന്നും ഇല്ലാത്തൊരു ബിംബമായിട്ട് കാണിക്കുന്ന ഒരു കുട്ടിയെ പോലും അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നത് ഭയങ്കര നന്നായിട്ടാണ് അവരതെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സീരീസ് ഇതിൻ്റെ സീന് കാണാനും അതിനെപ്പറ്റി അവിടെയും ഇവിടെയും കണ്ട ക്ലിപ്പ് കണ്ടിട്ടും ഇത് കാണാൻ വരാണ്ട് ഇതിൻ്റെ കഥയ്ക്കും ഇതിൻ്റെ ക്യാരക്ടേഴ്സിനും വേണ്ടി കാണാൻ പറ്റുന്ന വളരെ നല്ലൊരു സീരീസാണ്. ഇനി നമ്മുടെ നമ്പർ 1 സീരീസ് നമ്മൾ ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിരിക്കും. ചിലർക്ക് ഉണ്ടാവും ഇതല്ല നല്ലത്, ഓഫീസാണ് നല്ലത്, അല്ലെങ്കിൽ ഹൗ ഐ മെറ്റ് യുവർ മദർ ആണ് നല്ലത്. ഓഫീസ് പേഴ്സണലി എൻ്റെ ഒരു ഫേവറേറ്റ് സീരീസാണ്. പക്ഷേ നമ്മുടെ നമ്പർ 1 സീരീസ് ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ് ബേസിക്കലി എനിക്ക് തെറപ്പിയാണ്. ഞാൻ അങ്ങനെ കാണുന്ന സീരീസാണ്. എത്ര വട്ടം ഈ ഹോൾ സാധനം ഞാൻ പിന്നെയും കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. എൻ്റെ അത്ര ഓൾ ടൈം ഫേവറേറ്റ് ആയ ഒരു സീരീസാണ് ഫ്രണ്ട്സ്. ഇറ്റ് നെവർ ഗെറ്റ്സ് ഓൾഡ്. എത്ര വട്ടം കണ്ടാലും പിന്നെയും കണ്ട് ചിരിക്കാനുള്ള എൻ്റർടൈനിങ് ആയ ഒരു സീരീസാണ് ഫ്രണ്ട്സ്. 1994 ഇതിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് എയർ ചെയ്യുന്നത്. അതും കൂടി നമ്മൾ ആലോചിക്കണം, ഇപ്പോഴും ഫ്രണ്ട്സിന് ഫാൻസ് ഉണ്ട് എന്നുള്ളത്. അതായത് യങ് ടീനേജേഴ്സിൻ്റെ ഇടയ്ക്കും ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് പോപ്പുലാരിറ്റി. എന്നാലും മില്ലേനിയൻസിലല്ലാതെ ജെൻസിയിലും അതിന് എന്താ പറയുക ഫാൻസ് ഉണ്ട് എന്നുള്ളത് അതിൻ്റെ റൈറ്റിങ്ങിൻ്റെ ബ്യൂട്ടിയാണ്. അതിൽ ഓരോ ക്യാരക്ടറിനും എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ട് നമ്മളോട് റിലേറ്റ് ചെയ്യുന്നത്. എൻ്റെ ഉള്ളിൽ കുറച്ച് മോണിക്ക ഉണ്ട്, എൻ്റെ ഉള്ളിൽ കുറച്ച് ഫീബി ഉണ്ട്, എൻ്റെ ഉള്ളിൽ കുറച്ച് റോസ് ഉണ്ട്. അങ്ങനെ സർക്കാസം വെച്ച് എൻ്റെ പെയിൻ ഹൈഡ് ചെയ്യുന്ന ഒരു ചാൻഡലർ ഉണ്ട്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ബിറ്റ്സ് ആൻഡ് പീസസ് കൂട്ടിച്ചേർത്ത് വീവ് ചെയ്തെടുത്തിരിക്കുന്ന ക്യാരക്ടേഴ്സ്. അത് ഇത്രയും ഇയേഴ്സിന് ശേഷം 1994 എയർ ചെയ്തൊരു ഷോ ഇപ്പോഴും നമുക്ക് റിലേറ്റബിൾ ആണെന്നുള്ളത് അതിൻ്റെ റൈറ്റിങ്ങിൻ്റെ ബ്യൂട്ടിയാണ്. ആ റൈറ്റ് ചെയ്ത ക്യാരക്ടേഴ്സിനെ ഇത്ര ഭംഗിയായിട്ട് അവതരിപ്പിച്ച ആക്ടേഴ്സിൻ്റെ ബ്യൂട്ടിയാണ്. ഇത് ഒരു എവർ ഗ്രീൻ ഷോയാണ്. പിന്നത്തെ കാര്യം ഞാൻ പറയാം, ഞാൻ ആദ്യം ഫ്രണ്ട്സ് കണ്ടത് കോമഡി സെൻട്രലിൽ ഇവരിത് എയർ ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ എനിക്ക് ആദ്യത്തെ കുറച്ച് എപ്പിസോഡൊക്കെ കാണാം, ഇതെന്തിനാ ആൾക്കാരിങ്ങനെ ഹൈപ്പപ്പാക്കി വെച്ചേക്കുന്നത്, ഇത് അത്രയ്ക്കൊന്നും ഇല്ലല്ലോ. അഖിലിനും സെയിം ആയിരുന്നു. അഖിലിന് ഞാൻ കഷ്ടപ്പെട്ട് ഇരുത്തി കാണിച്ചു വിട്ടേ സീരീസ് മൊത്തം. അപ്പോൾ നമ്മളിങ്ങനെ അപ്പോൾ എൻ്റെ കൂടെ താമസിച്ചിരുന്ന കുട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ കൂടെ ഇരുന്ന് കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനത് ആ സീരീസ് മൊത്തം ഇരുന്ന് അങ്ങ് കണ്ടു. ആ കോമഡി സെൻറ്ററിൽ എത്ര കാലം അത് എയർ ചെയ്തു അത് മുഴുവൻ കണ്ടു. അത് കഴിഞ്ഞ് ഇതൊക്കെ ലാപ്ടോപ്പിൽ പിന്നെ ഇരുന്ന് കണ്ടു. പിന്നെ എനിക്ക് എപ്പോഴെങ്കിലും ഒരു വിഷമം തോന്നുന്ന ഒരു മൊമെൻറ്റ് വരുമ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു എപ്പിസോഡ് ഇരുന്ന് കണ്ടു, സമാധാനമായി. അങ്ങനെ കാണുന്നൊരു സീരീസാണ് ഫ്രണ്ട്സ്. ദിസ് നെവർ ഗോസ് ഔട്ട് ഓഫ് സ്റ്റൈൽ. ദിസ് സീരീസ് ഈസ് എവർ ഗ്രീൻ. കാരണം ഇത്രയും മുന്നേ ഉണ്ടാക്കിയൊരു സീരീസ് ഇപ്പോഴും ആൾക്കാർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫിനോമിനലാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സീരീസാണ് ഫ്രണ്ട്സ്. കാരണം ലൈറ്റ് ഹാർട്ടഡ് ആണ്, കൊമേഡിക്കാണ്, എല്ലാവർക്കും ഒരുവിധപ്പെട്ടവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സീരീസും കൂടിയാണ്. ഫീൽ ഗുഡ് ഷോ എന്ന് പറഞ്ഞാൽ ഇതാണ്. കൂടാതെ ഫ്രണ്ട്സ് മിക്കവാറും നെറ്റ്ഫ്ലിക്സിൽ US എന്തായാലും ഫ്രണ്ട്സ് നെറ്റ്ഫ്ലിക്സിൽ നിന്ന് മാറാൻ പോവുകയാണ്. ഇന്ത്യയിലൊക്കെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു തന്നെയാണ് പറയുന്നത്. പക്ഷേ എത്ര കാലം ഉണ്ടാവും നമുക്കൊന്നും അറിയില്ല. അപ്പോൾ കാണാൻ തീരുമാനിക്കുന്നവർ പെട്ടെന്ന് തന്നെ കണ്ടു തീർക്കുക. ഇതോടെ എൻ്റെ റെക്കമെൻഡേഷൻസ് അവസാനിച്ചിരിക്കുകയാണ്. ഐ ഹോപ്പ് യു ഗൈസ് വിൽ ലൈക്ക് ഇറ്റ്. നിങ്ങൾ ഈ ഷോസൊക്കെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്, അത് കഴിഞ്ഞ് ഇത് ഞാൻ തീർക്കുകയാണ്. കഴിഞ്ഞ റെക്കമെൻഡേഷൻ വീഡിയോ അത് ഞാൻ ഇവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് പേര് ചോദിച്ചു ഡാർക്ക് എന്താണ് ചെയ്യാണ്ടിരുന്നതെന്നും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും പിന്നെ ഡാർക്കിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കൂടി ചെയ്യാനൊരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ലിങ്ക് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ബൈ ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ പ്ലീസ്.